മക്കളെ, ഇന്ന് നമ്മൾ രാജ ഓർ വിദ്രോഹി എന്ന നാടകത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നോക്കുന്നത്. അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കമന്റിൽ വന്നപ്പോഴാണ് ഓർത്തത്, അപ്പോഴാണ് ഇതിന്റെ ആൻസർ ഇടുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. സബ്സേ ബലവാൻ ബനേഗ, രാജാ ബനേഗ ഇസ് വിചാർ സെ ആപ് കഹാൻ തക് സഹമതി ഹെ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും ശക്തിവാനായത് രാജാവാണ്, രാജാവായിരിക്കും ഏറ്റവും ശക്തിവാൻ എന്ന ആ ഒരു വിചാരത്തിനോട്, ആ ഒരു ചിന്തയോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. ശാരീരിക ബൽ രാജാ ബനേക്ക് യോഗ്യത നഹി ഹെ. ശാരീരിക ബലം ഒരു രാജാവാകാനുള്ള യോഗ്യതയല്ല. രാജ്യ ഓർ രാജാ കെ ഉന്നതി കി ഓർ ലേ ജാനെ വാലാ ഹി രാജ ഹോത്ത ഹെ. രാജ്യത്തിന്റെയും അതുപോലെ തന്നെ പ്രജകളുടെയും ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ രാജാവ്. വിവേക് ഓർ ലഗ്ന കെ സാത്ത് ജനതാ കി ബലായി കർണ രാജാ കാ ദായിത്വ ഹെ. വിവേകത്തോടു കൂടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വിവേകത്തോടെ പ്രവർത്തിക്കുക എന്നതാണ് ഒരു രാജാവിന്റെ ഉത്തരവാദിത്വം. ഐസേ മേ സബ്സേ ബലവാൻ രാജാ ബനേഗ വാല വിചാർ ബിൽക്കുൽ അനുചിത. അതുകൊണ്ട് തന്നെ ഏറ്റവും ബലവാനായിരിക്കണം രാജാവ് എന്ന ആ ചിന്ത തികച്ചും അനുചിതമാണ്. ഹം ഇസ് വിചാർ സെ സഹമത്ത് നഹി ഹോ സക്തേ. ഞങ്ങൾ ഈ വിചാരത്തിനോട്, ഈ ചിന്തയോട്, ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നില്ല എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് കൊടുത്തത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ഏ സിർഫ് ഗേലി ഹെ രാജൻ കെ രാജാ ബനനെ മേ ഹർജ് ക്യാ ഹെ. ഇത് കേവലം ഒരു കളി മാത്രമാണ്. രാജൻ രാജാവാകുന്നതിൽ എന്താണ് പ്രശ്നം? ബാദ് മേ തുമാരി ബി രാജാ ബനനെ കി ബാരി ആയേഗി. ശേഷം നിങ്ങൾക്കും രാജാവാകാനുള്ള അവസരം ലഭിക്കും. ഇസ് കഥൻ സെ ബച്ചോं के गेल की कौन सी विशेषता प्रकट होती है. ഈ അഭിപ്രായത്തിൽ നിന്നും കുട്ടികളുടെ കളിയിൽ നിന്നും, ആ കളിക്കുന്ന സമയത്തുള്ള കുട്ടികളുടെ എന്ത് സ്വഭാവ വിശേഷതയാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. गेल के दौरान बच्चों के बीच മാമൂലി ബാത്തോं पर झगड़ा होता ही है. കളിക്കുന്ന സമയത്ത് കുട്ടികൾക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾക്ക്, സാധാരണ പ്രശ്നങ്ങൾക്കൊക്കെ സാധാരണ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഗേൽ മേ കിസി കി കോയി സ്ഥായി ഭൂമിക നഹി ഹോത്ത. കളിയിലുള്ള ഒരു കഥാപാത്രം അത് സ്ഥിരമായിട്ട് ആ ഒരു കഥാപാത്രമായിട്ട് തന്നെ നിൽക്കുകയില്ല. ഒരു പ്രാവശ്യം ഒരാളാണ് ആ കഥാപാത്രമാകുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം മറ്റാളായിരിക്കും അല്ലെ. അപ്പൊ കളിക്കുന്ന സമയത്ത് ഒരേ ആളായിട്ട് തന്നെ കളിയിൽ തുടരുന്നില്ല എന്നാണ് പറഞ്ഞത്. वाद विवाद के बीच में भी बच्चों में लग्न व प्यार बनाए रहते हैं. അവർ തമ്മിൽ ഇങ്ങനെ വഴക്കും വാദവിവാദങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ പെട്ടെന്ന് തന്നെ എന്തുണ്ടാവുന്നുണ്ട്? സ്നേഹവും ഉണ്ടാവുന്നുണ്ട്. അവർ ആ വഴക്ക്, ആ ഒരു ദേഷ്യം അവർ തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നില്ല. അത് പെട്ടെന്ന് മറന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹത്തിലാവുകയും ചെയ്യുന്നു. സമസ്യാവും കാ സമാധാൻ വേ സ്വയം ടൂണ്ട് നികാൽത്തെ ഹെ. പ്രശ്നത്തിനുള്ള പരിഹാരവും അവർ സ്വയം തന്നെ കണ്ടെത്തുന്നു. അതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കുട്ടികളുടെ സ്വഭാവ സവിശേഷതയാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ഹം കിസി സെ ഡർത്തെ നഹി ലേക്കിൻ ഹം മഹാരാജ സെ ലഡനാ നഹി ചാത്തെ. ഞങ്ങൾക്ക് ആരെയും ഭയമില്ല, പക്ഷെ ഞങ്ങൾ മഹാരാജാവുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. യഹാ ജനത കെ കിസ് മനോഭാവ കാ പരിചയ മിൽത്താ ഹെ. ഇവിടെ ജനങ്ങളുടെ ഏത് മനോഭാവമാണ് പരിചയപ്പെടുത്തുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏകജുട്ട് ജനത താക്കത്ത് ശാലി ഹോത്തി ഹെ. ഒന്നിച്ചു നിൽക്കുമ്പോൾ ജനങ്ങൾ ശക്തിയുള്ളവരാകുന്നു. വഹ് അപ്നെ ദേശക്കെ പ്രതി ദായിത്വ വ്യവഹാർ കർത്തി ഹെ. അവർ സ്വന്തം ദേശത്തിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടാണ് പെരുമാറുന്നത്. ഇസ്ലിയെ വഹ് അപ്നെ രാജാസെ ലഡനാ നഹി ചാത്തി. അതുകൊണ്ട് തന്നെ അവർ സ്വന്തം രാജാവുമായിട്ട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. രാജ ഓർ ജനത കെ ബീച്ച് ലഡായി ഹോനെ സെ ദേശ് കോ നുക്സാൻ പഹുച്താ ഹെ. രാജാവും ജനങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, അവർക്കിടയിലാണ് യുദ്ധം ഉണ്ടാകുന്നത് എങ്കിൽ ദേശത്തിന് നഷ്ടമാണ് സംഭവിക്കുക. ജിമ്മേദാർ ജനത അപ്നെ ദേശിക്ക് ക്ഷതി നെയ്യും ചാത്തി. അതായത് ഉത്തരവാദിത്തമുള്ള ജനങ്ങൾ സ്വന്തം ദേശത്തിന്റെ നാശം ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം.
यानी कि लड़ाई के आनंद और उल्लास से तुम लोग मुझे अलग करना चाहते हो. അതായത് യുദ്ധത്തിന്റെ ആനന്ദവും ഉല്ലാസവും നിങ്ങൾ എന്നിൽ നിന്നും വേർപെടുത്തുകയാണോ? लड़ाई से आनंद और उल्लास का अनुभव करने वाले राजा पर आपका विचार क्या है? യുദ്ധത്തിൽ ആനന്ദവും ഉല്ലാസവും കണ്ടെത്തുന്ന രാജാവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ലഡായി സെ ആം ജനതാക്കോ കാഫി പരേശാനി ഹോത്തി ഹെ. യുദ്ധം കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് വളരെയധികം വിഷമങ്ങളാണ് ഉണ്ടാകുന്നത്. യുദ്ധ കാ പരിണാം ഭയാനക് ഹെ. യുദ്ധത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഭയാനകമാണ്. യുദ്ധ കി ഭയാനകത സെ ആനന്ദ് കാ അനുഭവ് കർണേ വാല രാജ ജനതാക്കെ അനുകൂൽ നഹി ഹെ. യുദ്ധത്തിന്റെ ആ ഭയാനകതയിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്ന രാജാവ് ജനങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളല്ല. വഹ് ജനതാ കെ ലിയെ ബഡി ചുനൗത്തി ഹെ. അയാൾ ആ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതാണ് നിങ്ങൾ അഭിപ്രായം വ്യക്തമാക്കിയത്. ഇനി അടുത്തത് നോക്കാം. ജനതാ കി ഭീഡ് മേ മിൽ ജാന ഇസ്കാ മത്ലബ് ക്യാ ഹെ. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നതിന്റെ അർത്ഥം എന്താണ്? ഏകജുട്ട് ഹോനെ സെ ജനത താക്കത്ദാർ ഹോ ഗയി. ജനങ്ങൾ ഒന്നിച്ചു ചേർന്നപ്പോൾ അവര് ശക്തിയുള്ളവരായ ഒരു ശക്തിയാണ് അവിടെ ഉണ്ടായത്. ഇസ്സെ രാജ അധികാർ സെ ബാഹർ ഹോ ഗയ. ഇതുകൊണ്ട് തന്നെ രാജാവ് സ്വന്തം അധികാരത്തിന് പുറത്താവുകയും ചെയ്തു. അധികാർ നഹി ഹോ തോ രാജ ഓർ ജനതാ കെ ബീച്ച് കോയി ഫർക്ക് നഹി ഹെ. അധികാരമില്ലാത്ത രാജാവും ജനങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. രാജാക്കോ ജനതാ മേ വിലീൻ ഹോക്കർ കാം കർണ ഹി അച്ഛാ ഹോഗ. രാജാവ് ജനങ്ങളിലേക്ക് ചേർന്നിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ. लड़ाई के बिना ही राजा ने अपना अधिकार जनता को सौंप दिया. ये कैसे संभव हो पाया? യുദ്ധമില്ലാതെ തന്നെ രാജസ്ഥാനം ജനങ്ങൾക്ക് ഏൽപ്പിച്ചു. അതെങ്ങനെയാണ് സംഭവ്യമാകുന്നത്? ജൂട്ടെ കാരണോ പർ ലഡായി കർണേ കാ സമർത്ഥൻ കോയി നഹി കരേഗ. എന്താണ് തെറ്റായ കാരണങ്ങൾ പറഞ്ഞിട്ട് തെറ്റായ കാരണങ്ങളിൽ യുദ്ധം ചെയ്യാൻ അങ്ങനെയുള്ള സമർത്ഥൻ കൊയ് നഹി, അങ്ങനെയുള്ളൊരു സാമർത്ഥ്യം അങ്ങനെയുള്ളൊരു ഇത് ആരും തന്നെ കാണിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. സാരേ ലോക വിരോധി, അതായത് നമ്മൾ യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധത്തിന് ശരിയായിട്ടുള്ള കാരണം ഉണ്ടായിരിക്കണം. ഒരു തെറ്റായ കാരണത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആരും സമ്മതിക്കുകയില്ല. സാരേ ലോക വിരോധി പക്ഷമേ ഗഡേ ഹോനേസെ രാജാക്കോ അധികാർ ചോടനപട. എല്ലാ ജനങ്ങളും എതിർപക്ഷത്തേക്ക് ചേർന്നപ്പോൾ തന്നെ രാജാവിന് അധികാരം ഉപേക്ഷിക്കേണ്ടി വന്നു. ന്യായ ജനതാക്കെ പക്ഷമേത. ന്യായം ജനങ്ങളുടെ പക്ഷത്തായിരുന്നു. ഇസ്ലിയെ രാജക്ക അധികാർ ജനതാക്കെ ഹാത്തമേ ആകയ. ഇതുകൊണ്ട് തന്നെ രാജ്യാധികാരവും ജനങ്ങളുടെ കൈകളിലായി. അത്രയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് ആ പറഞ്ഞത് മുഴുവനും. ഇനി നമുക്കിതാ ഇവിടെ ഒരു വർക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണല്ലേ അത്. ക്യാ കഹ, കിസ്സേ കഹ, ഇസ്സേ ക്യാ സമജ. എന്താണ് പറഞ്ഞത്? കിസ്നെ കഹ, ആരാണ് പറഞ്ഞത്? ഇവിടെ എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം ഹേമ പറഞ്ഞത് എന്ത് കാര്യമാണെന്ന് നമുക്കിവിടെ വായിക്കുമ്പോൾ തന്നെ കിട്ടും. സേനാപതി, രാജ, അതുപോലെ തന്നെ ജനത, ന്യായാധീശ് എല്ലതും. പിന്നെ അതിൻ്റെ അതുപോലെ തന്നെ ഇസ്സേ ക്യാ സമച്ച എന്നത് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ തന്നെ കിട്ടുന്ന കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യുക. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ന്യായാധീശ് രേഖാങ്കിത ശബ്ദം पर ध्यान दें. പദബന്ധോ കെ അർത്ഥ പഹചാനെ. ഖാൻ ചഞ്ചന രഹേ. അതായത് എന്താണ് കേട്ടിട്ട് ഖാൻ ചഞ്ചന രഹേ, ചെവിയിൽ നമ്മുടെ ഈ എന്താ പറയാ രാജാവിനെ സ്തുതിച്ച് പറയുന്നത് കേട്ട് കേട്ട് മടുത്തു. ചാപ്പലൂസി പറയുന്നുണ്ടല്ലോ, കേട്ട് കേട്ട് മടുത്തു എന്ന് പറയുന്ന സെന്റൻസ് ഇല്ലേ, നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ആ സെന്റൻസ് ആണ്. പിന്നെ ഇവിടെ പറയുന്നത് ന്യായാധീശ് രാജചാരൺ സുൻകർ ജനതാക്കെ കാൻ ചഞ്ചന രഹേ ഹെ. ന്യായാധീശാണ് പറയുന്നത്. രാജചാരൺ ചാപ്പലൂസി സുൻകർ. രാജചാരണിന്റെ ഈ മുഖസ്തുതി കേട്ട് കേട്ട് കാത് അടഞ്ഞു പോയി എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് രാജ. മുജേ പതാ ഹെ നമുക്ക് ഗുണവഹകായേക. അതായത് രാജാവ് അവിടെ പറയുന്നുണ്ട്, അതുപോലെ തന്നെ എനിക്കറിയാമായിരുന്നു നമുക്ക് ഗുണവാഹകായക, ഉണ്ട ചോറിന് നന്ദി കാണിക്കും എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഭാഗം.
അത് നിങ്ങളോട് അതായത് സംവാദ ചൂട്ട് പരസർഗ് പഹ്ചാനെ നിങ്ങളിത് അവിടെ നമ്മൾ പ്രയോഗിച്ചിരിക്കുന്ന ശൈലി മനസ്സിലാക്കുക. അത് വായിച്ച് മനസ്സിലാക്കാനാണ് പറഞ്ഞത് ട്ടോ. ഇനി അടുത്തത് നോക്കാം. ക, കെ, കി എന്ന പ്രയോഗമാണ് പരസർഗിന്റെ പ്രയോഗം. നാടക് ഇവിടെ ഏതാണ് കായാണോ കെ ആണോ കി ആണോ ചേർക്കേണ്ടത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ ലാസ്റ്റിൽ നോക്കിയാൽ മതി. ആത്തേഹെ എന്നാണ് ലാസ്റ്റ് വന്നത്. അപ്പൊ അതെന്താണ് കെ ആണ് ചേർക്കേണ്ടത്. നാടക് കെ മനസ്സിലായോ? ഇവിടെ ബഹുവചനല്ലേ അപ്പൊ അത് കെ ചേർക്കുക. അതുപോലെ തന്നെ സുന്ദർ ദി എന്നാണ് ലാസ്റ്റ് വന്നത്. അപ്പൊ നമ്മളിവിടെ എന്താ ചേർക്കേണ്ടത് രാജാക്കി എന്നാണ് ചേർക്കേണ്ടത്. അതായത് അത് സ്ത്രീലിംഗമാണ് എന്നാണ് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. സ്ത്രീലിംഗത്തിൽ കി എന്ന് ചേർക്കും, പുല്ലിംഗം ബഹുവചനത്തിൽ കെ എന്ന് ചേർക്കും. ഇത് പുല്ലിംഗ ഏകവചനാണ്. പുല്ലിംഗം ഏകവചനത്തിൽ ക എന്നാണ് ചേർക്കുന്നത്. ബച്ചോം ക, നാടക്, ജോശീലാദ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ലാസ്റ്റിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ ലാസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ജോശീല ദ എന്നാണ്. അപ്പൊ ക എന്ന് ചേർക്കണം. ദി എന്നാണ്. അപ്പൊ കി ചേർക്കുക. തേ എ ആണ് വന്നത്. അപ്പൊ കെ ചേർക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ടിപ്പണി എഴുതാനാണ്. രാജ और विद्रोही नाटक का राजा आपको कैसे लगा? राजा की चरित्रगत विशेषताओं का परिचय देते हुए टिप्पणी लिखे. രാജ ഓർ വിദ്രോഹി നാടകത്തിലെ രാജ നിങ്ങൾക്ക് ആ രാജ എന്ന കഥാപാത്രത്തിനെ എങ്ങനെയാണ് തോന്നിയത്? നിങ്ങളുടെ രാജയുടെ ആ ചരിത്രപർ ടിപ്പണി, ചരിത്ര വിശേഷത, സ്വഭാവ സവിശേഷത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. രാജാ കാ ചരിത്ര पर टिप्पणिയാണ്. രാജ और വിദ്രോഹി നാടക का മുഖ്യ പാത്ര है രാജ. രാജ और വിദ്രോഹി എന്ന നാടകത്തിലെ മുഖ്യ കഥാപാത്രമാണ് രാജ. വഹ് ഖുദ്സെ സബ്സെ ബഡാ और ബലവാൻ മാനത്തെ हैं. അവൻ സ്വയം വഹ് ഖുദ്സെ സബ്സെ ബഡാ और ബലവാൻ, എല്ലാരേക്കാൾ വലിയവനും അതുപോലെ തന്നെ വലിയ ബലവാനും ആണെന്ന് കരുതുന്നു. വഹ് ലഡായി സെ ആനന്ദ് और ഉല്ലാസ് പ്രാപ്ത് करने के लिए चाहते हैं. ഈ രാജ ആയിട്ട് അഭിനയിക്കുന്ന ആള് രാജ എന്താ ആഗ്രഹിക്കുന്നത്? ലഡായി, യുദ്ധത്തിൽ നിന്ന് ആനന്ദവും ഉല്ലാസവും കണ്ടെത്താൻ വേണ്ടിയിട്ട്, പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. इसलिए वह हेम पर झूठा आरोप लगाकर उसके साथ लड़ाई करने की तैयार करता है. ഈ കാരണത്താൽ തന്നെ അയാള് ഹേമുമായിട്ട്, ഹേമിന് ജൂട്ട ആരോപ് കള്ള ആരോപണം നടത്തിയിട്ട് ആ ഹേമുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു. ജനത സമജ്താ ഹെ കി രാജ ന്യായക്ക പാലൻഹാർ നഹി. അങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കുന്നു രാജ ന്യായം പാലിക്കുന്നവനല്ല എന്ന കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഉൻക ആനന്ദ് ഹി ഉൻക ലക്ഷ്യ ഹെ. അദ്ദേഹത്തിന്റെ ആനന്ദമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. ജനതാക്കെ ദർബാർ മേ വഹ് അപരാധി ഹെ. ജനങ്ങളുടെ കൊട്ടാരത്തിൽ അയാൾ അപരാധിയാണ്. അന്യായ് അപ്പനെ പക്ഷ് മേ സമജ്തെ ഹുയെ ഭി ജനതാക്കെ ബീച്ച് മേ ഷാമിൽ ഹോന തയ്യാർ നഹി ഹോത്ത. രാജ അതായത് ഉനെ അന്യായ് അപ്പനെ പക്ഷമേ, അദ്ദേഹം അന്യായം സ്വന്തം പക്ഷത്താണ് എന്ന് അറിഞ്ഞിട്ട് കൂടി, അത് മനസ്സിലാക്കിയിട്ട് കൂടി ജനതാക്കെ ബീച്ച് ഷാമിൽ ഹോന, ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി, അതായത് ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. ഇതാണ് നമ്മുടെ രാജ ഓർ വിദ്രോഹി എന്ന നാടകത്തിലെ രാജ എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളെ ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുള്ളത്. എല്ലാവരും നോക്കുക, ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക. നിങ്ങളുടെ കമൻറ്റുകളും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഓക്കെ.